ദാ ഒരു ഭൂകമ്പം ഒഴിവായല്ലേ. എന്താ ചേച്ചി ഇങ്ങനെ നിന്നാ മതിയോ? ഇതില് കളറൊക്കെ കൊടുക്കണ്ടേ? എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ ഇതില് പെയിന്റ് ചെയ്യാൻ ആരോടും പറഞ്ഞിട്ടുമില്ല. എങ്കിൽ പിന്നെ ചേച്ചിക്ക് മുത്തശ്ശിന്റെ പദവിക്കാരൻ രൂപം കാണേണ്ടി വരും. വയലന്റ് ആയാലേ മുത്തശ്ശി പ്രശ്നക്കാരിയാ. ഇതൊന്നും എനിക്കൊരു പ്രോബ്ലം അല്ല. ഞാനിതൊന്നും കെയർ ചെയ്യാനേ പോകുന്നില്ല. എങ്കിൽ കാണാം. മോനെ, മ്യൂറൽ പെയിന്റിംഗ് ചെയ്യുന്ന കലാകാരികളെ തടസ്സപ്പെടുത്തരുത്. പോയ നിങ്ങൾ പോയി കളിക്ക്. ചെല നിന്നോട് ഞാൻ കാര്യം പറഞ്ഞതാ. എന്റെ ദൈവമേ ദ്രോഹിക്കുന്നോണ്ട് തന്നെയാ നിനക്കിങ്ങനെയുള്ള പണികളൊക്കെ കിട്ടുന്നത്. എനിക്കൊരു പണിയും കിട്ടില്ല. ഞാനിതൊന്നും ചെയ്യാനും പോകുന്നില്ല. ദേ, എന്റെ സ്വഭാവം മാറ്റരുത്. മര്യാദയ്ക്ക് എന്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് എന്റെ അമ്മയുടെ ഫോട്ടോസ് കൊണ്ടുതാ. ഞാനത് തരില്ല. തന്നേ പറ്റൂ. ഞാനത് മേടിക്കും. നിന്റെ ഫോണിൽ നിന്ന് ആ ഫോട്ടോ ഞാൻ മനഃപൂർവ്വം ഡിലീറ്റ് ചെയ്തതാ. അത് തൽക്കാലം ഈ വീട്ടിലുള്ളവരാരും കാണാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാ. നിങ്ങളെന്തിനാ അയാളുടെ പിന്നാലെ ഇങ്ങോട്ട് വന്നത്? ഓ, ഇപ്പൊ മനസ്സിലായി. നിങ്ങൾ പറഞ്ഞിട്ടായിരിക്കും അയാളത് ചെയ്തത്. മര്യാദയ്ക്ക് സാരി കളർ ചെയ്ത് വെക്കാൻ നോക്ക്. അത് ചെയ്തില്ലെങ്കിലേ അമ്മ നിന്നെ വെച്ചേക്കില്ല. മനസ്സിലായോ? മോനെ, മീനാക്ഷിയെക്കുറിച്ച് നിനക്കെല്ലാം അറിയായിരുന്നു അല്ലേ? ദൈവമേ, എന്താ വിചാരിച്ചത്? ഒന്നുമല്ലെങ്കിലും ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ ദൈവമേ. എന്നെപ്പോലൊരാൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാനാണോ പ്രയാസം? നിന്നെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇത്രമാത്രം ഞാൻ പ്രതീക്ഷിച്ചില്ല മോനെ. എനിക്കെന്നല്ല, നമുക്കെല്ലാവർക്കും അങ്ങനെ മറക്കാൻ പറ്റുന്ന ആളുകളാണോ ജയരാമൻ അങ്കിളും മാധുരി ആന്റി? ഞങ്ങളെക്കാൾ ഉപരി ദേവമ്മയ്ക്ക്. മാധുരി ആന്റി മരിച്ചതും ജയരാമൻ അങ്കിള് ജയിലിൽ പോയതും ഞാൻ അന്നേ അറിഞ്ഞതാ. പക്ഷേ ദേവമ്മ മീനാക്ഷിയെ ചെമ്പകമംഗലത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്ന് മാത്രം ഞാൻ കരുതിയില്ല. മീനാക്ഷി ആരാണെന്നുള്ള സത്യം ഇവിടെ നമ്മൾ രണ്ടുപേരും അല്ലാതെ മറ്റ് ആരും അറിയരുത്. അതെ, എന്റെ മോന്റെ നാവിന്ന് ഒരബദ്ധമായി പോലും അത് പുറത്തു വരരുത്. ഇല്ല ദൈവമേ, എനിക്കറിയാം. അതറിഞ്ഞാൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന വലിയ ഭൂകമ്പങ്ങൾ. ഒരിക്കലൊരു കൊടുങ്കാറ്റിൽ എല്ലാം തകർന്ന് തരിപ്പണമായതാ. എങ്കിലും അവിടെ നിന്നെല്ലാം ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ ഈ കുടുംബം ഉയർത്തെഴുന്നേറ്റു. ഇനി അതുപോലൊരു തകർച്ചയുണ്ടായാൽ അത് ആർക്കും താങ്ങാൻ കഴിയില്ല, പ്രത്യേകിച്ച് മുത്തശ്ശിക്ക്. ബന്ധങ്ങളെല്ലാം ശിഥിലമായാൽ പിന്നെ കുടുംബജീവിതം എന്തിനാ? എന്റെ ദേവമ്മയുടെ കരിഞ്ഞുപോയ സ്വപ്നങ്ങളും
തകർന്നു പോയ ജീവിതമൊന്നും ആർക്കും തിരിച്ചു തരാൻ പറ്റില്ല. അത് തകർത്ത് കളഞ്ഞവർക്ക് കാലം കൊടുത്ത ശിക്ഷയായി ഇതൊക്കെ. അതുകൊണ്ട് ചെയ്തു പോയ തെറ്റിന് തിരിച്ചു കിട്ടാത്ത ഒരു കണക്കും കാലം ബാക്കി വയ്ക്കാറില്ല. അത് പലിശ സഹിതം തിരിച്ചു കിട്ടും. ഞാൻ ആർക്ക് ശിക്ഷ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല മോനെ. എല്ലാവർക്കും നല്ലത് വരണമെന്ന് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ദൈവം എനിക്ക് വച്ചിരിക്കുന്നത് എന്തോ അത് ഞാൻ അനുഭവിച്ചല്ലേ പറ്റൂ. എന്റെ ദേവമ്മയുടെ സങ്കടങ്ങൾക്കൊപ്പം എന്നും ഈ മകനില്ലേ കൂടെ. ഈ അമ്മക്കിളിയുടെ താരാട്ട് ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട്. എന്റെ മകനെ എനിക്ക് വേണം. കരയല്ലേ? ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം. നീ എന്താ പതിവില്ലാതെ ഇവിടേക്ക്? അല്ല, ഒരാഗ്രഹം, ഒരു മസാല ദോശ കഴിക്കണമെന്ന്. അതുകൊള്ളല്ലോ, പ്രഗ്നന്റ് ആയ വ്യാക്കൂറുള്ള പെണ്ണുങ്ങളെ പോലെ. ഹോ, സത്യം എത്ര പെട്ടെന്ന് എൻ്റെ ചേച്ചി കണ്ടെത്തി. മസാല ദോശ ഗർഭിണിയായ പെണ്ണിന് തന്നെയാണ്. എന്താടാ? അതെ, മസാല ദോശ ചേച്ചി ഉണ്ടാക്കി തരുകയൊന്നും വേണ്ട, അതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. എനിക്കേ ദോശമാവ് മാത്രം തന്നാൽ മതി. ഞാൻ ഉണ്ടാക്കി തരാടാ. വേണ്ടെന്നേ, എനിക്ക് തനിയെ ഉണ്ടാക്കി കഴിക്കുന്ന ഇഷ്ടം. ഇനി ചേച്ചി വയ്ക്കോ ഈ കാര്യം. നിനക്കറിയാവോ? എനിക്കറിയാന്ന്. നീ എന്താടാ ഇവിടെ? ഞാൻ ഒരു മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടി പോവാ. ആ, നീ ഒരു കാര്യം ചെയ്യ, ആ സ്റ്റോർ റൂമിൽ ചെന്ന് വെളിച്ചെണ്ണ എടുത്തിട്ട് വാ. മസാല ദോശ ഞാൻ ഉണ്ടാക്കി തരാം. നീ തന്നെ. നീയോ? നിങ്ങൾ ഇവിടെ എന്തെടുക്ക? ഞാനൊരു മസാല ദോശ ഉണ്ടാക്കാൻ പോവാ. എന്താ, നിനക്ക് വേണോ? എനിക്ക് വേണ്ട. ഓ, വേണ്ടെങ്കിൽ വേണ്ട. നിങ്ങളുടെ ഒരു മസാല ദോശ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഇവിടുത്തെ ലാൻഡ് ഫോണിലേക്ക് വിളിക്കാം. ഹലോ ഹലോ, ആരാ? ഒന്നും കേൾക്കുന്നില്ല.
സാർ ചേഞ്ച് ഇല്ല. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ശരി സാർ. താങ്ക് യു. ഇത് പിടിക്കും മൈഥിലി, നീ ആഗ്രഹിച്ച മസാല ദോശ. അന്നപൂർണയെന്ന് വാങ്ങിയതാ. ഉഴുന്നുവടയുണ്ട്. ആ അതിനെന്തിനാ മസാല ദോശ പുറത്തുനിന്ന് വാങ്ങിയത്? വൈശാഖും മൈഥിലിക്കും കൂടി വേണ്ടി മസാല ദോശ ഉണ്ടാക്കുകയല്ലേ? നീ എന്തിനാ മൈഥിലിക്ക് വേണ്ടി മസാല ദോശ ഉണ്ടാക്കിയത്? എന്താ, നിന്നോട് മസാല ദോശ വേണമെന്ന് മൈഥിലി പറഞ്ഞോ? എന്താടാ ഇവൻ ചോദിച്ചത് കേട്ടില്ലേ? മസാല ദോശ കഴിക്കണമെന്നുള്ള ആഗ്രഹം ഇവള് നിന്നോട് പറഞ്ഞോന്ന്. എന്താ നീ മറുപടി ഒന്നും പറയാത്തത്? അത് ഈ മൈഥിലി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ. അല്ല, പ്രഗ്നന്റ് ആയ ഈ മസാല ദോശ തിന്നണമെന്നൊക്കെ തോന്നുമല്ലോ. ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഓ, അപ്പോ ഒരു പരീക്ഷണമാവാന്ന് കരുതി അടുക്കളയിലോട്ട് കയറിയപ്പോ ദേ ചേച്ചി ദോശമാവ് എടുത്തു തന്നു. അപ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ദാ മൈഥിലി കഴിക്കേ. മൈഥിലിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കി തരുന്നുണ്ട് മസാല ദോശ. നീ ഇതിനു മുമ്പ് ആർക്കെങ്കിലും മസാല ദോശ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. ആർക്ക്? എനിക്ക് തന്നെ. ഞാനേ ഇതിനു മുമ്പ് ഒരു തവണ ഉണ്ടാക്കി കഴിച്ചിരുന്നു. അന്നാണെങ്കിൽ ഇവിടെ ആരും ഇല്ലായിരുന്നു. അന്നാണെങ്കിൽ സക്സസ് ആവുകയും ചെയ്തു. അതാ പിന്നെ ഞാൻ ഇന്നും ഉണ്ടാക്കി. പാഴ്സൽ വാങ്ങിച്ചോ? അവളുടെ കയ്യിലിരിക്കുന്ന കണ്ടില്ലേ, അത് അന്നപൂർണയിലെ മസാല ദോശയാ. എന്റെ അമ്മോ, എരിവ് ഉപ്പും കാരണം ഇത് വായിൽ വെക്കാൻ കൊള്ളില്ല. നോക്കിയോ? ഇതെന്തരിയാടാ? ഇതെങ്ങാനും വയറ്റിനോട് ചെന്നാലേ പുകഞ്ഞു ചാവും. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാനാ ഇത് മിക്സ് ചെയ്തത്. ഉപ്പൊക്കെ കറക്റ്റായിട്ട് ഞാൻ ഇട്ടതാണല്ലോ. ഏട്ടത്തി പോയതിനു ശേഷം കുറച്ച് ഉപ്പും മുളകൊക്കെ ഞാനും ചേർത്തായിരുന്നു. ആ ചുമ്മാതല്ല, കുളമായത്. ഇതിനും മുടിഞ്ഞു തരുവാ കയ്പും. ഇത് കഴിക്കാനൊന്നും കൊള്ളൂല. മൈഥിലിക്കുള്ള എൻ്റെ സർപ്രൈസ് പൊളിഞ്ഞു. നീ വാങ്ങിയത് കൊടുത്തോളൂ. എടാ, ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട്. ഈ മസാല ദോശയൊക്കെ അത് ഉണ്ടാക്കാൻ അറിയാവുന്നവരുണ്ടാക്കണം. നീ ഇനി ഇതുപോലുള്ള പരീക്ഷണങ്ങളൊന്നും ചെയ്യണ്ട. മൈഥിലി, ഇങ്ങനെ ദേ, ഇതിലൊരു മസാല ദോശ മുത്തശ്ശനുള്ളതാ. ആഹാ, അച്ഛനതിന് അന്നപൂർണയിലെ മസാല ദോശയല്ലേ കഴിക്കും. അത് ശരിയാ. അതുകൊണ്ടല്ലേ അവിടെ നിന്ന് തന്നെ വാങ്ങിയത്. അങ്കിള് ഇതൊന്ന് മുത്തശ്ശന് കൊടുക്കാവോ? പിന്നെന്താടാ, സന്തോഷമല്ലേ ഉള്ളൂ. നീ കൊണ്ടുവാ. നല്ല മണം. ആ, എന്തായാലും ഈ മസാല ദോശ പൊളിഞ്ഞു. എന്താ നന്ദിനി, അടുക്കളയിൽ കൊണ്ടുവച്ചേരെ.
ഇത് ചൂടോടെ കഴിച്ചോ. അച്ഛാ ദേ കാർത്തിക് ഓർഡർ ചെയ്ത് വരുത്തിയതാ മസാല ദോശ. വെരി ഗുഡ്. വിശപ്പുള്ളപ്പോ ആഹാരം കഴിക്കണമെന്നാ പ്രമാണം. ഇപ്പൊ നല്ല വിശപ്പുണ്ട്, കൊണ്ടുവാ. അച്ഛാ ചട്ടി ഒഴിക്കട്ടെ. കൊള്ളാമോ അച്ഛാ? മസാല ദോശ മോശമാകൂടാ. മാവിന് പുളി വരാതിരുന്നാ മതി, ഇതിന് പുളിയേ ഇല്ല. ചൂടുവെള്ളം. അച്ഛനിത് കണ്ടോ? അച്ഛനിത് കണ്ടാൽ ആകെ പ്രശ്നമാവുമല്ലോ. അച്ഛനും മതിയായല്ലേ? അവിടെ വീഴ്. കഴിച്ചിട്ടെടുത്താ മതി. നന്ദിനി, ആ പത്രക്കള്ളസിഞ്ഞു കൊടുന്നേ. ഞാൻ അതിനകത്തൊരു വാർത്ത കണ്ടുപോലെ. അതെല്ലാം ഒന്നിച്ചാക്കിയോ? ആ പത്രക്കള്ളസിഞ്ഞു വന്നേ. ഇതിപ്പോ വായിക്കാൻ പറ്റത്തില്ലല്ലോ, കീറിയും പോയി. ഇത് മൊത്തം ചമ്മന്തിയായി. എന്താ എന്താ ഇവിടെ? അതമ്മേ അച്ഛനൊരു മസാല ദോശ കഴിക്കായിരുന്നു. മസാല ദോശയോ? ആരാ വാങ്ങിക്കൊടുത്തത്? അച്ഛന് വേണ്ടി ഇത് വാങ്ങിയത് കാർത്തിക, പക്ഷെ ഇത് കൊണ്ട് കൊടുത്തത് ഞാനാ. ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്നതൊന്നും അച്ഛന് കൊടുക്കരുതെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളതല്ലേ. അവരുടെ എണ്ണ ഒന്നും കൊള്ളില്ല. അച്ഛൻ എന്തെല്ലാം തരം അസുഖങ്ങളുള്ളതാ. വീട്ടിലുണ്ടാക്കുന്നത് കൊടുക്കാവൂ. നിങ്ങൾ ഈ പത്രം നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരം ആയല്ലോ. നമ്മുടെ ജയറാമിനെ പോലൊരാളുടെ ഫോട്ടോ ഈ പത്രത്തിൽ കണ്ടതുപോലെ. നമ്മുടെ ജയറാമിനെ പോലെയോ? അവന്റെ പേര് പോലും ഈ വീട്ടിൽ ഉച്ചരിച്ചു പോകരുത്. മാതാപിതാക്കളുടെയും കൂടപ്പിറപ്പുകളുടെയും കൂടെ ജീവിക്കേണ്ടവരുടെയും ചങ്കിനിട്ട് തൊഴിച്ചിട്ട് പോയ മഹാപാപി അവൻ. അവനലയും, അശ്വത്ഥമാവിനെ പോലെ അലയും. അത് വിട്ടേക്കടോ, അറിയാതെ ഓർത്തു പോയതാ. താൻ ക്ഷമിക്കേ. ആ, ഇന്ന് സാരികൾ കൊടുക്കാൻ പറ്റില്ലല്ലേ? ആ, പറ്റിയില്ല. നന്ദിനി കൊണ്ടുവന്ന പെങ്കൊച്ചില്ലേ മീനാക്ഷി, അവളാ ചായങ്ങളെല്ലാം സാരിയിൽ
ആ കുട്ടിയെ കണ്ടിട്ട് നിനക്ക് ആരുടെയെങ്കിലും ഛായ തോന്നുന്നുണ്ടോ? ചായോ? എനിക്കൊന്നും തോന്നിയില്ല. എന്നാ എനിക്ക് തോന്നി. ആരുടെ ചായ നിങ്ങക്ക് തോന്നിയത്? എനിക്ക് അവളെ കണ്ടിട്ട് നിന്റെ ഛായ തോന്നി. ഇപ്പോഴത്തെ നീയല്ല, പഴയ 17 വയസ്സുള്ള നീ.